ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും മീരാസ് 111 ടാരോട്ട് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മളിന്ന് നോക്കുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന പേഴ്സണുമായിട്ട് നിങ്ങളിപ്പോൾ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനോ സെപ്പറേഷൻ സ്റ്റേജിലോ ഒക്കെ നിൽക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു റീഡിംഗ് എന്ന് പറയുന്നത്. നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയത്ത് നിങ്ങളെക്കുറിച്ച് ഓർക്കുന്നുണ്ടോ, ചിന്തിക്കുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാം. എന്താണ് അവർക്ക് ഈ ഒരു സമയത്ത് നിങ്ങളോട് തോന്നുന്ന ഫീലിങ്സ്, അവരുടെ ചിന്തകളിലൊക്കെ ഏത് രീതിയിലാണ് നിങ്ങൾ നിൽക്കുന്നത്. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപോലെ റെസനേറ്റ് ആവണമെന്നില്ല. റെസനേറ്റ് ആകുന്നവർ ഞാൻ ഇതിൽ പറയുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്ക് പോസിറ്റീവ് ആണെന്ന് തോന്നുന്ന കാര്യങ്ങളെ നിങ്ങളുടെ ലൈഫുമായിട്ട് കണക്ട് ചെയ്യാവുന്നതാണ്, അട്രാക്ട് ചെയ്ത് ക്ലെയിം ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഇതിൽ വരുന്ന എനർജീസ്, സിറ്റുവേഷൻസ്, ക്ലൂസ് ഇതെല്ലാം നിങ്ങൾക്ക് മാച്ച് ആവുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊരു ഗൈഡൻസ് ആയിട്ട് എടുക്കാം. അതുപോലെ ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ്, ജനറൽ റീഡിംഗ് ആണ്. എപ്പോഴാണോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തുന്നത് അപ്പോൾ മുതൽ നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്യുന്നതായിരിക്കും. വ്യക്തിപരമായ കാര്യങ്ങളെക്കുറിച്ച് കൂടുതലായിട്ട് അറിയണമെന്ന് ആഗ്രഹമുള്ളവർക്ക് ഒരു പേഴ്സണൽ റീഡിംഗ് എടുത്ത് നോക്കാം. അതിലൂടെ നല്ലൊരു ക്ലാരിറ്റിയും നല്ലൊരു ഗൈഡൻസും ഒക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്ന സമയത്ത് നിങ്ങൾ സ്നേഹിക്കുന്ന ആ ഒരു പേഴ്സണെ നന്നായിട്ട് മനസ്സിലേക്ക് ഓർക്കുക. പോസിറ്റീവായിട്ട് മാത്രം നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് ചിന്തിക്കുക. നെഗറ്റിവിറ്റി കാര്യങ്ങളൊന്നും തന്നെ കണക്ട് ചെയ്യാതിരിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. Two of Wands, Seven of Cups, Four of Swords, Death and Rebirth, The Lovers, Empress, Six of Pentacles, Six of Wands, The Emperor, Knight of Cups, The Moon Energy, Five of Wands, Seven of Swords, Nine of Pentacles, Page of Wands, Nine of Swords, Queen of Cups, Ace of Swords, ബോട്ട് ഓഫ് ദി ഡെക്ക് ആയിട്ട് വന്നിരിക്കുന്നത് എയ്റ്റ് ഓഫ് പെൻറ്റക്കിൾസ് ആണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒരു സ്പ്രെഡ് ആയിട്ട് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സ്പ്രെഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ ഇപ്പോഴത്തെ ഒരു എനർജി പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഓൾറെഡി എടുത്തിരിക്കുന്നത് തന്നെ നോ കോണ്ടാക്ട് സിറ്റുവേഷനിൽ അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ ഒരു സെപ്പറേഷൻ സ്റ്റേജിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള വ്യക്തികളുടെ എനർജിയാണ്. അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ എന്ന് പറയുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിന്നും മാറിപ്പോയിരിക്കുന്നതിന്റെ ഒരു കാരണമായിട്ട് നമുക്കിവിടെ ഒരുപാട് ട്രസ്റ്റ് ഇഷ്യൂ ഒക്കെ വന്നിട്ടുണ്ട്. തെറ്റിദ്ധാരണകളാണ് മെയിൻ ആയിട്ട് വന്നിരിക്കുന്നത്. നിങ്ങൾ ഈ ഒരു വ്യക്തിയുമായിട്ട് ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഒരു സൈലന്റ് ആയിട്ട് ഇറങ്ങിപ്പോയിരിക്കുന്ന പേഴ്സൺ അല്ല. നിങ്ങൾക്കിടയിൽ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ വരുന്നതിന്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ വഴക്കുകൾ, പ്രശ്നങ്ങൾ എന്ന് പറയുമ്പോഴേക്കും നിങ്ങൾ തമ്മിൽ ഭയങ്കരമായിട്ട് വാക്കുകൾ കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മുറിവേൽപ്പിക്കുക, പരസ്പരം ഒരുപാട് കാര്യങ്ങൾ ആർഗ്യുമെന്റ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടാവുക. ചിലപ്പോൾ നിങ്ങളുടെ വ്യക്തി നിങ്ങളിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ ഹൈഡ് ചെയ്യാനുള്ള സാധ്യതകൾ കാണിക്കുന്നുണ്ട്. ആ ഒരു ഹൈഡിങ്ങുമായിട്ട് ബന്ധപ്പെട്ടായിരിക്കാം ആ ഒരു തർക്കത്തിലേക്കൊക്കെ പോയിരിക്കുന്നത്. അപ്പൊ അങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി അതോടൊപ്പം ഒരുപാട് തെറ്റിദ്ധാരണകളൊക്കെ നിറഞ്ഞ് അവർ അതിനൊരു ക്ലാരിറ്റി തരാതെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിന്ന് മാറിപ്പോയിട്ടുണ്ട്. അപ്പൊ ആ ഒരു ക്ലാരിറ്റി ഇല്ലാതെ പോയിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങളിപ്പോൾ ഒരുപാട് ഒരു കൺഫ്യൂഷൻ സ്റ്റേജിൽ നിൽക്കുന്നുണ്ടായിരിക്കും. നിങ്ങളുടെ വ്യക്തി ആണെന്നുണ്ടെങ്കിൽ നിങ്ങളിലേക്ക് ആ ഒരു കൺഫ്യൂഷൻ കാര്യങ്ങളോ മാറ്റാനോ ഒന്നും വന്നിട്ടും ഉണ്ടാവുകയില്ല. അങ്ങനത്തെ ഒരു സാഹചര്യത്തിലായിരിക്കും നിങ്ങളുടെ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ചിലപ്പോൾ സ്റ്റക്ക് ആയി പോയിരിക്കുന്നത്. അപ്പൊ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ എങ്ങനെയൊക്കെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിന്ന് മാറി നിൽക്കുന്ന വ്യക്തിയാണെന്നുണ്ടെങ്കിലും അവരിപ്പോ നിങ്ങളെ ഓർക്കുന്നുണ്ടോ അല്ലെങ്കിൽ അവരുടെ ചിന്തകളില് ഏത് രീതിയിലാണ് നിങ്ങൾ നിൽക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ നോക്കിയിരിക്കുന്നത്. നമുക്ക് എന്തായാലും ഒരു സ്പ്രെഡുകളായിട്ട് തന്നെ പറഞ്ഞു വരാം. ആദ്യമേ തന്നെ ഇവിടെ വന്നിരിക്കുന്ന ടു ഓഫ് വോൺസ് ആണ്. ഇതുവരെ നിങ്ങളുടെ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് യാതൊരുവിധ ആക്ഷനോ കാര്യങ്ങളോ ഒന്നും എടുക്കാതിരുന്ന ഒരു പേഴ്സൺ ആയിരുന്നു എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവരുടേതായ ഒരു കംഫർട്ട് സോണിലാണ് അവർ ഇതുവരെ നിലനിന്നിരുന്നത് എന്നുണ്ടെങ്കിൽ ഇപ്പൊ ഈ ഒരു സമയത്ത് ആ ഒരു കംഫർട്ട് സോണിൽ നിന്ന് പുറത്തേക്ക് വരണം എന്നൊരു ചിന്തകൾ ഇവരുടെ മനസ്സിൽ വരുന്നുണ്ട്. ഒരു ട്രാവലിംഗ് ഇവർ ആഗ്രഹിക്കുന്നുണ്ട്. ട്രാവലിംഗ് എന്ന് പറയുമ്പോഴേക്കും നിങ്ങളിലേക്കുള്ള ഒരു യാത്ര.
ഇവരുടെ ചിന്തകളിൽ നിങ്ങൾ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ ഒരു വ്യക്തി നിങ്ങളെക്കുറിച്ച് ഓർക്കുന്നുണ്ട്. നിങ്ങളെക്കുറിച്ച് ഓർക്കാതിരിക്കുന്നില്ല, പൂർണ്ണമായും നിങ്ങളെ മറന്നു കളഞ്ഞ ഒരു വ്യക്തിയല്ല. ഇവിടെ നമുക്ക് വന്നിരിക്കുന്നത് തന്നെ ലവേഴ്സ് എനർജി ഒക്കെ വന്നിട്ടുണ്ട്. നമുക്ക് ആ ഓരോ സ്പ്രെഡിലേക്ക് വരാം. അപ്പൊ ഇവിടെ എന്തായാലും ഇവർ നിങ്ങളെ നിരന്തരമായിട്ട് ഓർക്കുന്നുണ്ട്. നിങ്ങളിലേക്ക് ഒരു കമ്മ്യൂണിക്കേഷൻ നടത്തണം എന്നുള്ള ആഗ്രഹങ്ങൾ വരുന്നുണ്ട്. പക്ഷെ ഇവർ ആകെപ്പാടെ ഒരു കൺഫ്യൂഷൻ സ്റ്റേജിലാണ് നിൽക്കുന്നത്. ഈ ഒരു കൺഫ്യൂഷൻ സ്റ്റേജിന്റെ കാരണം എന്ന് പറയുന്നത് ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്ന് ഹൈഡ് ചെയ്തിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഒരു പക്ഷേ നിങ്ങളിപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടായിരിക്കാം. പക്ഷേ ഇവരായിട്ട് തന്നെ അതൊന്നും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവുകയുമില്ല. അപ്പൊ അങ്ങനത്തെയൊക്കെ ഒരു സാഹചര്യം ആയിരുന്നു എന്നുണ്ടെങ്കിൽ ഇവർക്ക് ആ ഒരു കൺഫ്യൂഷൻ ഉള്ളിൽ ഇപ്പോഴും ഉണ്ട്. എവിടെ നിന്ന് തുടങ്ങണം? അതാണ് നിങ്ങളുടെ പേഴ്സന്റെ കൺഫ്യൂഷൻ. അവർക്ക് നിങ്ങളെ ഒന്ന് കോൺടാക്ട് ചെയ്യണം എന്നുള്ള ആഗ്രഹം ഉണ്ടെങ്കിലും അത് ഏത് രീതിയിൽ വേണം അല്ലെങ്കിൽ ഏത് രീതിയിൽ തുടങ്ങണം? കാരണം ഒരുപാട് കള്ളങ്ങൾ പറഞ്ഞു വെച്ച കാര്യങ്ങളെല്ലാം ഇനി ചിലപ്പോൾ അത് കള്ളങ്ങളല്ലായിരുന്നു, ഇങ്ങനെയൊക്കെയായിരുന്നു സത്യങ്ങൾ എന്നൊക്കെ പറയണം എന്നുണ്ടെങ്കിൽ അതിലൊരു സ്റ്റാർട്ടിങ് തുടങ്ങണം. അപ്പൊ ആ ഒരു സ്റ്റാർട്ടിങ്ങിന് വേണ്ടിയിട്ടുള്ള ആലോചനകൾ എന്തായാലും ഇവരുടെ ഉള്ളിൽ നടക്കുന്നുണ്ട്. അപ്പൊ ഇവരുടെ ഉള്ളിൽ ആ ഒരു ആലോചനകൾ നടക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ആ ഒരു പേഴ്സൺ നിങ്ങളെ മിസ് ചെയ്യുന്നു എന്നുള്ളത് തന്നെയാണ് അതിന്റെ മീനിങ്. ഇവിടെ നമുക്ക് വന്നിരിക്കുന്നത് തന്നെ ആ ഒരു എനർജിയാണ്. അവർ ഏത് സാഹചര്യത്തിലാണെന്നുണ്ടെങ്കിലും അവരിപ്പോ നിങ്ങളെക്കുറിച്ച് ഒരുപാട് ഓർക്കുന്നുണ്ട്, നിങ്ങളെ വളരെയധികം മിസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ എന്ന് പറയുന്ന പേഴ്സണെ അവരിലേക്ക് അവർ ചേർത്ത് വെച്ചിരിക്കുന്ന ഒരു സമയം തന്നെയാണിത്. അപ്പൊ നിങ്ങളുടെ പേഴ്സന്റെ ചിന്തകളിൽ മാത്രമല്ല അവരുടെ ഒരു എനർജിയിൽ പോലും ഈ ഒരു സമയത്ത് നിങ്ങൾ ഈ ഒരു രീതിയിലൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇതുവരെ നിങ്ങൾക്കൊരു വാല്യൂ നൽകാതെ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് യാതൊരുവിധ ആക്ഷനോ കാര്യങ്ങളോ ഒന്നും എടുക്കാതെ ചിന്തകളിൽ നിന്ന് പോലും നിങ്ങളെ മാറ്റി നിർത്തിയ വ്യക്തികളാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഏറ്റവും കൂടുതലായിട്ട് നിങ്ങളെക്കുറിച്ച് തന്നെയാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഒരു ചിന്തകളുടെ ഒരു കാരണം അല്ലെങ്കിൽ ആ ഒരു ചിന്തകളിലൂടെ നിങ്ങളുടെ പേഴ്സന്റെ ഒരു എയിം എന്ന് പറയുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ ചുറ്റിപ്പറ്റി അല്ലെങ്കിൽ നിങ്ങളുടെ രണ്ടുപേരുടെയും എനർജിയിൽ ഇപ്പൊ നിറഞ്ഞു നിൽക്കുന്ന ഈ ഒരു പെയിൻ, കാരണം നിങ്ങളാണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ വ്യക്തിയാണെന്നുണ്ടെങ്കിലും പരസ്പരം അത്രത്തോളം അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിച്ചവരാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു പെയിൻ എല്ലാം പൂർണ്ണമായിട്ടൊന്ന് ഒരു അവസാനം വേണം. ആ ഒരു അവസാനത്തിന് ശേഷം അവിടെ നിന്നും നിങ്ങളുടെ ബന്ധത്തിൽ ഒരു റീബർത്ത് വേണം. ആ ഒരു റീബർത്ത് എന്ന് പറയുമ്പോൾ ആദ്യ സമയങ്ങളിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് എത്രത്തോളം ഒരു അടുപ്പം നിങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്നു, ലവേഴ്സ് എനർജി ആണ്, അത്രത്തോളം അടുപ്പം വീണ്ടും ഈ റിലേഷൻഷിപ്പിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. കാരണം അവർ ഈ ഒരു സമയത്ത് നിങ്ങളിലേക്ക് വളരെയധികം അട്രാക്റ്റ് ആവുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങളെ വേണം എന്നൊരു ചിന്ത നിങ്ങളുടെ പേഴ്സന്റെ എനർജിയിൽ വളരെ സ്ട്രോങ് ആയിട്ട് അല്ലെങ്കിൽ അതിശക്തമായിട്ട് അവരിലേക്ക് തോന്നുന്നുണ്ട്. അപ്പൊ അത്രയും ശക്തമായിട്ട് തന്നെ അവരുടെ എനർജിയിലേക്ക് നിങ്ങൾ അട്രാക്റ്റ് ആയിക്കൊണ്ടിരിക്കുക എന്ന് പറയുമ്പോൾ ഒരു പക്ഷേ നിങ്ങൾ ചിലപ്പോൾ അത്രത്തോളം മാനിഫെസ്റ്റ് ഒക്കെ ചെയ്യുന്ന വ്യക്തികളാവാൻ സാധ്യതകളുണ്ട്. അല്ലെങ്കിൽ നിരന്തരമായിട്ട് ഈ ഒരു വ്യക്തിയെ മാനിഫെസ്റ്റേഷൻ എന്ന് പറയുമ്പോഴേക്കും നിരന്തരമായിട്ട് നിങ്ങൾ ഈ ഒരു വ്യക്തിയെ കുറിച്ച് ചിന്തിക്കുക, അത്രത്തോളം ആത്മാർത്ഥമായിട്ട് നിങ്ങൾ വിശ്വസിക്കുന്ന ആ ഒരു യൂണിവേഴ്സൽ പവറിൽ വിശ്വാസത്തോടു കൂടി നിങ്ങൾ അതിനു വേണ്ടി പ്രയത്നിക്കുക. അങ്ങനെയൊക്കെ ചെയ്യുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആ ഒരു പ്രാർത്ഥനകൾക്ക് നിങ്ങളുടെ മനസ്സിന്റെ ആ ഒരു ആഗ്രഹത്തിനും ഒക്കെ ഇവിടെ ഒരു മാറ്റങ്ങൾ തന്നെയാണ് സംഭവിക്കുന്നത്. നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള മാറ്റങ്ങൾ. കാരണം നിങ്ങളുടെ പേഴ്സണിലും അതേ എനർജിയാണ് വരുന്നത്, അല്ലെങ്കിൽ അവരുടെ എനർജിയിലൊക്കെ നിങ്ങൾ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന ഒരു സമയം തന്നെയാണിത്. ഒരു സന്തോഷവും സമൃദ്ധിയൊക്കെ റിലേഷൻഷിപ്പിലേക്ക് കൊണ്ടുവരിക. ഇതൊരു യൂണിവേഴ്സൽ മദറിന്റെ ബ്ലെസ്സിങ് ആണ്. എന്ന് വെച്ചാൽ അവരാണെന്നുണ്ടെങ്കിലും ഈ ഒരു പവറിനോട്, യൂണിവേഴ്സൽ പവറിനോട് അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു വിശ്വാസത്തോട് അവരിങ്ങനെ അടുത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. അവരുടെ എനർജി ഓരോ നിമിഷം കഴിയുന്തോറും നിങ്ങളിലേക്ക് അട്രാക്റ്റ് ആയി വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അർഹതപ്പെട്ട ആ ഒരു സ്നേഹം അതെല്ലാം നിങ്ങൾക്ക് നൽകണം എന്നൊരു ചിന്തകളൊക്കെ ഇവരുടെ ഉള്ളിൽ വരുന്നുണ്ട്. മറ്റെന്തെങ്കിലും സാഹചര്യം കൊണ്ടിട്ട് അവർ മാറിപ്പോയ വ്യക്തികളാണ് എന്നുണ്ടെങ്കിൽ, അവർ എന്തിന്റെ പേരിലും നിങ്ങളിൽ നിന്ന് മാറിപ്പോയ വ്യക്തികളാണ് എന്നുണ്ടെങ്കിൽ പോലും ഈ ഒരു സാഹചര്യത്തിൽ അല്ലെങ്കിൽ ഈ ഒരു സമയത്ത് അവരൊരു തിരിച്ചുവരവ് ആഗ്രഹിക്കുകയാണ്. അവരുടെ സ്നേഹം നിങ്ങൾക്ക് തന്നെ നൽകണം. മറ്റൊരു രീതിയിലേക്കും അല്ലെങ്കിൽ മറ്റൊരു സ്ഥലത്തേക്കും സ്പ്രെഡ് ചെയ്ത് പോകാത്ത രീതിയിൽ ആ ഒരു സ്നേഹത്തെ നിങ്ങളുടെ കൈകളിലേക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് തന്നെ കൊണ്ടുവന്ന് എത്തിക്കുക. ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം, നമുക്കിവിടെ വന്നിരിക്കുന്ന ഒരു എനർജി എന്ന് പറയുമ്പോൾ എംപ്രസ് ആണെന്നുണ്ടെങ്കിൽ എംപറർ ആണെന്നുണ്ടെങ്കിലും പാർട്ട്ണർഷിപ്പ് എനർജിയാണ് വന്നിരിക്കുന്നത്. രണ്ടുപേരും ഒരുപോലെ തന്നെ ആഗ്രഹിക്കുകയാണ്. വളരെയധികം ഒരു സ്ട്രക്ചർ ആയിട്ട് അല്ലെങ്കിൽ വളരെയധികം ഒരു ഘടനയോട് കൂടി വളരെ മനോഹരമായിട്ട് പോയിക്കൊണ്ടിരുന്ന ഒരു ബന്ധം. ആ ഒരു റിലേഷൻഷിപ്പിലാണ് ഇപ്പൊ ഒരുപാട് പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെ വന്ന് ഇപ്പൊ ഒരു സെപ്പറേഷൻ സ്റ്റേജ് ആയി മാറിയിരിക്കുന്നത്. ആ ഒരു സെപ്പറേഷൻ സ്റ്റേജിൽ നിങ്ങളുടെ പേഴ്സൺ ഒരു കാരണമായിരുന്നു എന്നുണ്ടെങ്കിൽ ഇപ്പൊ അവരത് മാറ്റി ചിന്തിക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഏത് രീതിയിൽ നിങ്ങളെ മാറ്റി നിർത്തിയ വ്യക്തികളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു പരിഗണന അവരുടെ ആ ഒരു ലൈഫിൽ അല്ലെങ്കിൽ അവരുടെ എനർജിയിൽ തന്നെ അവർ നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒരു കമ്മ്യൂണിക്കേഷൻ നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ ഒരു തുറന്ന സംസാരം, ഒരു ഏറ്റുപറച്ചിലാണ് ആക്ച്വലി ഇവിടെ കാണിക്കുന്നത്. ഇവര് നിങ്ങളിൽ നിന്ന് ഹൈഡ് ചെയ്ത് വെച്ചിരുന്ന ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു സമയത്ത് നിങ്ങളെ കണക്ട് ചെയ്യുമ്പോൾ എല്ലാം തുറന്നു പറയണം എന്ന് ആഗ്രഹിക്കുകയാണ്.
എല്ലാം തുറന്നു പറയുക എന്ന് പറയുമ്പോൾ നിങ്ങളോട് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന കാര്യങ്ങൾ മാത്രമല്ല, നിങ്ങൾക്കിടയിൽ സംഭവിച്ചിരിക്കുന്ന വഴക്കുകൾ, പ്രശ്നങ്ങൾ നമ്മൾ ആദ്യമേ തന്നെ പറഞ്ഞായിരുന്നു. ആ വഴക്കുകളിലും പ്രശ്നങ്ങളിലും നിങ്ങളുടെ പേഴ്സണെ മുറിവേൽപ്പിച്ചിരിക്കുന്ന കുറേയധികം വാക്കുകൾ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഉണ്ടായിരിക്കാം. അവർക്ക് അവിടെ ഹേർട്ട് ചെയ്തിരിക്കുന്ന കുറച്ച് കാര്യങ്ങളും കൂടിയുണ്ട്. അപ്പൊ എല്ലാ കാര്യവും ഒന്ന് തുറന്ന് സംസാരിക്കുക. നിങ്ങൾക്കാണെന്നുണ്ടെങ്കിലും ചിലപ്പോൾ ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നിരിക്കാം. നിങ്ങൾ ചിലപ്പോൾ എഫേർട്ട് എടുത്തിട്ടും ഉണ്ടായിരിക്കാം. അവർ ചിലപ്പോൾ അതിന് താല്പര്യം കാണിച്ചിട്ടുണ്ടായിരിക്കില്ല. ചില കേസിൽ ചിലപ്പോൾ നിങ്ങൾ എഫേർട്ട് എടുത്തിട്ടും ഉണ്ടാവില്ല. കാരണം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സംഭവിച്ചിരിക്കുന്ന പ്രശ്നങ്ങളുടെ കാഠിന്യം അനുസരിച്ചിരിക്കും ആ ഒരു സാഹചര്യം എന്ന് പറയുന്നത്. ചിലപ്പോൾ നിങ്ങൾക്ക് എഫേർട്ട് എടുക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമൊന്നും ആയിരിക്കില്ല പ്രശ്നങ്ങൾ എന്ന് പറയുന്നത്. അത്രത്തോളം വലിയ രീതിയിലുള്ള എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് ഒക്കെ ആയിരിക്കാം നിങ്ങളുടെ ബന്ധത്തിൽ സംഭവിച്ചിരിക്കുന്നത്. ഇവിടെ എന്തായാലും സ്ട്രോങ് ആയിട്ടൊരു തെറ്റിദ്ധാരണ നിൽക്കുന്നതായിട്ടും കാണുന്നുണ്ട്. യഥാർത്ഥമായ പ്രശ്നങ്ങൾ മാത്രമല്ല, ഒരുപാട് കാര്യങ്ങളിൽ തെറ്റിദ്ധാരണ വന്നിട്ടുണ്ട്. അവിടെ തെറ്റിദ്ധാരണ വരാനുള്ള റീസൺ ഒരുപക്ഷെ നിങ്ങളുടെ വ്യക്തിയുടെ തന്നെയാണ്. കാരണം അവർ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളിൽ നിന്ന് ഹൈഡ് ചെയ്ത് യഥാർത്ഥമായ കാര്യങ്ങളൊന്നും അല്ല പറഞ്ഞത്. അപ്പൊ നിങ്ങൾക്കത് കൺഫ്യൂഷൻ ആക്കുന്നതിന്റെ ഭാഗമായിട്ട് നിങ്ങൾ ഒരുപാട് ചിന്തിച്ചു കൂട്ടിയിട്ടൊക്കെ ഉണ്ട്. നിങ്ങളുടെ എനർജി ആണെന്നുണ്ടെങ്കിലും ചെറിയ രീതിക്കാണ് നമുക്കിവിടെ കണക്ട് ആവുന്നുള്ളൂ. കാരണം നമ്മൾ നിങ്ങളുടെ എനർജി ഇവിടെ നോക്കിയിട്ടില്ല. നിങ്ങൾ ഒരുപാട് ഓവർ തിങ്കിങ് ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും അതൊക്കെ ഒരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷനിലൂടെ, ഒരു തുറന്ന സംസാരത്തിലൂടെ അതിനെല്ലാം സോൾവ് ചെയ്യണം എന്നുള്ള രീതിക്കൊക്കെ ഇവർ ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അവർക്ക് എത്രയും വേഗം ഇതിനകത്തൊരു മാറ്റം കൊണ്ടുവന്നിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്നവരാണ്. സ്വന്തമായിട്ട് തന്നെ എഫേർട്ട് എടുക്കുക എന്നുള്ള ചിന്തയിൽ നിൽക്കുന്നവരാണ്. നിങ്ങളുടെ ഒരു കമ്മ്യൂണിക്കേഷൻ, നിങ്ങളൊരു കോൾ അങ്ങോട്ടേക്ക് ചെയ്യാനോ അങ്ങനെയൊന്നുമല്ല. ഈ ഒരു പേഴ്സന്റെ എനർജി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവര് തന്നെ എത്രയൊക്കെ റിസ്ക് എടുത്തിട്ടാണെന്നുണ്ടെങ്കിൽ, ഇപ്പൊ ഒരു കൺഫ്യൂഷൻ സ്റ്റേജ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും, എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളത് അറിയാത്ത ഒരു കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ പോലും അവര് ഒരു റിസ്ക് എടുക്കാനാണ് തയ്യാറാവുന്നത്. നിങ്ങൾ എങ്ങനെ പ്രതികരിക്കുകയാണ് എന്നുണ്ടെങ്കിലും നിങ്ങളെ കോണ്ടാക്ട് ചെയ്യും, അല്ലെങ്കിൽ നിങ്ങളിലേക്ക് എത്തുക തന്നെ ചെയ്യും. തീരുമാനം നിങ്ങളുടേതായിക്കൊള്ളട്ടെ. പക്ഷെ അവരുടെ ഭാഗത്ത് നിന്നും അവർ ഇതുവരെ ഒരു എഫേർട്ടോ കാര്യങ്ങളൊന്നും എടുക്കാതിരുന്നു എന്നുണ്ടെങ്കിൽ ഇപ്പൊ അവർക്ക് അത് വേണം എന്നൊരു ചിന്തകൾ വന്നിട്ടുണ്ട്. കാരണം നിങ്ങളുടെ വ്യക്തിയിൽ ഭയങ്കരമായ ഒരു കുറ്റബോധം, ഇവിടെ ഒരു ട്രാൻസ്ഫർമേഷൻ ആണ് ഇവരിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവർക്ക് ഒരു നഷ്ടബോധവും കുറ്റബോധവും ഒക്കെ ഭയങ്കര സ്ട്രോങ് ആയിട്ട് ഈ ഒരു സമയത്ത് തോന്നുന്നുണ്ട്. നിങ്ങളെ നഷ്ടപ്പെടുത്തി കളഞ്ഞു പോയതിൽ അവർ ഒരുപാട് വേദനിക്കുന്നുണ്ട്. ഒരു സമയത്ത് അവർ ചെയ്ത തെറ്റുകളെ കുറിച്ച് ഓർക്കുമ്പോൾ ഈ ഒരു സമയത്ത് അവർ സ്വയം വേവുകയാണ്. അവർക്ക് സ്വയമേ തന്നെ ഒരു വേദന വരാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു സമയത്ത് മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സണും നിങ്ങൾ അവരുടെ എനർജിയിലേക്ക് അട്രാക്ട് ചെയ്യുന്നുണ്ട്. ഇവര് പോലും അറിയാതെ ഇവരുടെ എനർജിയിലേക്ക് ഇവർ നിങ്ങളെ അട്രാക്ട് ചെയ്യാണ്. കാരണം ഓരോ നിമിഷവും നിങ്ങളിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. വളരെ ബുദ്ധിപൂർവ്വം തന്നെ ഒരു കമ്മ്യൂണിക്കേഷൻ നടത്തുക എന്നുള്ള മെന്റാലിറ്റിയിൽ ഒരുപാട് കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. പ്ലാൻ ചെയ്യുക എന്ന് പറയുമ്പോഴത്തേക്കും അത് എങ്ങനെയൊക്കെ ഏത് രീതിയിൽ വേണം എന്നുള്ള കാര്യങ്ങളൊക്കെ, എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം, എന്ത് തുടങ്ങി സ്റ്റാർട്ട് ചെയ്യണം, അതായത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടായിരിക്കുന്ന പ്രശ്നങ്ങളെ ഡിപ്പെൻഡ് ചെയ്തിട്ട് അത് ഏത് രീതിയിൽ വേണമെന്ന് ചിന്തിക്കുന്നവരാണ്. ഒരു ന്യൂ ബിഗിനിങ് എന്തായാലും റിലേഷൻഷിപ്പിൽ കൊണ്ടുവരണം എന്നുള്ള ഒരു ആഗ്രഹം ഇവരുടെ ഉള്ളിലുണ്ട്. അതിന് വേണ്ടിയിട്ട് എന്തൊക്കെ രീതിയിലാണെന്നുണ്ടെങ്കിൽ ഒരു പോസിബിലിറ്റി ഇവർ കണ്ടെത്തുകയാണ്. അതായത് ഇവരായിട്ട് തെരഞ്ഞു പിടിക്കുകയാണ്, അല്ലെങ്കിൽ ചിന്തിക്കുകയാണ്, ഒരുപാട് ആഴത്തിൽ ചിന്തിക്കുന്നുണ്ട്. ഈ സംഭവിച്ചിരിക്കുന്ന പ്രശ്നങ്ങളെല്ലാം ഒരു വിധിയാണ് എന്നുള്ള രീതിക്ക് ഉപേക്ഷിക്കാനായിട്ട് നിങ്ങളുടെ പേഴ്സൺ എന്തായാലും തയ്യാറാകുന്നില്ല. കാരണം അവർക്ക് നിങ്ങളുടെ ഓർമ്മകൾ വന്നിരിക്കുന്നത് കൊണ്ടിട്ട് ഇപ്പൊ ചിലപ്പോൾ നിങ്ങളാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വ്യക്തിയെ ചിലപ്പോൾ ബ്ലോക്ക് ഒക്കെ ചെയ്തിട്ടുണ്ടായിരിക്കാം. നിങ്ങളുടെ ബന്ധത്തിൽ പ്രശ്നങ്ങൾ സംഭവിച്ചിരിക്കുന്നതിന്റെ ഭാഗമായിട്ട് നിങ്ങളും ബ്ലോക്ക് ചെയ്തിട്ടുണ്ടായിരിക്കാം. ചിലവർ ബ്ലോക്ക് ചെയ്തിട്ടും ഉണ്ടാവില്ല. അപ്പൊ അത്രത്തോളം എങ്ങനെയുള്ള പ്രശ്നങ്ങളാണെന്നുണ്ടെങ്കിലും ഇവര് അതൊരു വിധിയാണ്, ഞാൻ ഇനി വരുന്നില്ല എന്നുള്ള രീതിക്ക് തിരിഞ്ഞു പോകാനല്ല ആഗ്രഹിക്കുന്നത്. തിരികെ വന്ന് ഈ റിലേഷൻഷിപ്പിലെ ഒരു ക്ലാരിറ്റി തരാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളാണ്. അപ്പൊ ആത്മാർത്ഥമായിട്ട് തന്നെ അവർക്ക് ഒരു തിരിച്ചുവരവ് ആഗ്രഹമുണ്ട്, ഒരു റീബർത്ത് ആഗ്രഹമുണ്ട്. അപ്പൊ ഇവരുടെ ചിന്തകളിലാണെന്നുണ്ടെങ്കിലും നിങ്ങൾ നിൽക്കുന്ന ഒരു രീതികൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു നല്ല സ്ഥാനം ഇവർ നൽകുന്നുണ്ട്. ഒരു സമയത്ത് തന്നില്ല എന്നുള്ളത് ശരി തന്നെ ആയിരിക്കാം. പക്ഷെ ഈ ഒരു സമയത്ത് അവരത് തരാൻ ആഗ്രഹിക്കുകയാണ്. അതുപോലെ നിങ്ങളുടെ ബന്ധത്തിലേക്ക് ഈ ഒരു പേഴ്സൺ ഏത് രീതിയിലാണ് ഒരു സമയത്ത് കടന്നു വന്നിരുന്നത് അതേ രീതിയിൽ തന്നെ വീണ്ടും നിങ്ങളെ ഒന്ന് പ്രപ്പോസ് ചെയ്യാനും നിങ്ങളുടെ സ്നേഹത്തെ സ്വീകരിക്കാനുമുള്ള മനസ്സ്, അല്ലെങ്കിൽ ആ ഒരു ആഗ്രഹം ഇവരുടെ ഉള്ളില് ഇങ്ങനെ ഇങ്ങനെ കൂടി വരുന്ന ഒരു സമയമാണ്. ചിലപ്പോൾ നിങ്ങളുടെ ബന്ധവുമായിട്ട് റിലേറ്റ് ചെയ്ത്, അല്ലെങ്കിൽ നിങ്ങൾ ഒന്നിക്കുന്ന കാര്യങ്ങളുമായിട്ട് റിലേറ്റ് ചെയ്ത് ചിലപ്പോൾ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നിരിക്കാം, ഇപ്പോഴും ഉണ്ടായിരിക്കാം. അതായത് ജെന്യുവൻ ആയിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായിരിക്കാം. പക്ഷെ സാഹചര്യങ്ങൾ എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും ബുദ്ധിപൂർവ്വം അതിനെയൊക്കെ ഒന്ന് നേരിടുക. പ്രശ്നങ്ങൾ ചിലപ്പോൾ പല വഴിക്ക് വന്നേക്കാം. പക്ഷെ എങ്കിലും കുഴപ്പമില്ല, നിങ്ങളുമായിട്ട് ഒരു കമ്മ്യൂണിക്കേഷൻ നടത്തിയിട്ട് നിങ്ങളിൽ നിന്ന് അവർക്കൊരു ക്ലാരിറ്റി, ഒരു ഉറപ്പോ കാര്യങ്ങളൊക്കെ ലഭിക്കുകയാണെന്നുണ്ടെങ്കിൽ എഫേർട്ട് എടുക്കാനായിട്ട് ഈ ഒരു പേഴ്സൺ തയ്യാറാണ്.
കാരണം ഈ ഒരു ദുഃഖകരമായ അവസ്ഥയെ വളരെ പെട്ടെന്ന് തന്നെ ഒരു ചേഞ്ച് കൊണ്ടുവരണം. ഒരു ട്രാൻസ്ഫർമേഷൻ റിലേഷൻഷിപ്പിൽ വേണം. അതിനുവേണ്ടി ഹാർഡ് വർക്ക് എടുക്കാൻ അവർ തയ്യാറായിട്ട് തന്നെയാണ് നിൽക്കുന്നത്. അതോടൊപ്പം തന്നെ ഒരുപാട് സ്ട്രെസ് കാര്യങ്ങളൊക്കെ ഈ ഒരു പേഴ്സണെ ഇപ്പൊ അലട്ടുന്നുണ്ട്. ഇപ്പൊ നമുക്ക് നോക്കുവാണെന്നുണ്ടെങ്കിൽ ഇവരുടെ ഒരു എനർജി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവർക്ക് ഇവരുടേതായ കാര്യങ്ങളിലേക്ക് പോലും പൂർണ്ണമായിട്ട് ഫോക്കസ് ചെയ്യാനോ കാര്യങ്ങൾക്കോ ഒന്നും സാധിക്കുന്നില്ല. അവരുടെ ഇപ്പൊ ജോലി കാര്യങ്ങളൊക്കെ ആണെങ്കിൽ പോലും അവർക്ക് പൂർണ്ണമായിട്ടും അതിലേക്ക് ഒരു കോൺസെൻട്രേഷനോ കാര്യങ്ങളോ ലഭിക്കുന്നില്ല. കാരണം കുറ്റബോധം ഒരു സൈഡിൽ അലട്ടുന്നു, മറു സൈഡിൽ നിങ്ങളെ വേണമെന്നൊരു ചിന്ത അവർക്ക് ഇങ്ങനെ കൂടി കൂടി വന്നുകൊണ്ടിരിക്കുന്നു. അപ്പൊ അങ്ങനത്തെയൊക്കെ ഒരു സാഹചര്യം ആയതുകൊണ്ട് അവരൊരു സൈഡിലേക്ക് അവരുടെ ആ ഒരു റെസ്പോൺസിബിലിറ്റി കാര്യങ്ങൾ എന്ന് വെച്ചാൽ അവരുടെ ഒരു കരിയർ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ പോലും അത് ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് കൂടുതലായിട്ട് നിങ്ങളെക്കുറിച്ച് ഓർക്കുന്നുണ്ട്. നിങ്ങളിലേക്ക് എത്തുക എന്നുള്ള ചിന്തയിലേക്ക് അവര് മനസ്സിനെ തിരിച്ചു വിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഒരു ഒറ്റപ്പെടല്, സ്വയം ഒരു തിരിച്ചറിവ് അല്ലെങ്കിൽ ആ ഒരു തിരിച്ചറിവിന്റെ പാതയിലൂടെയാണ് ഇവര് മുന്നോട്ടേക്ക് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത്. വൈകാരികപരമായിട്ട് തന്നെ അവരുടെ ആ ഒരു ഹൃദയത്തിലുള്ള സ്നേഹം നിങ്ങൾക്ക് നൽകാനും അതുപോലെ തന്നെ ഈ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ ഒരു ന്യൂ ബിഗിനിങ് ആയിട്ട് കൊണ്ടുവന്ന് ഇതിനെ ഒന്ന് മനോഹരമായിട്ട് മുന്നോട്ടേക്ക് കൊണ്ടുപോവുക. മനോഹരമായിട്ട് എന്ന് പറയുമ്പോഴേക്കും നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഫൗണ്ടേഷൻ ബിൽഡ് ചെയ്യണം. അതായത് ഇനി എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ വരാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ബന്ധത്തെ തകർക്കാത്ത രീതിയിൽ ഒരു കമ്മ്യൂണിക്കേഷൻ നടത്തുക. രണ്ടുപേരും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഉറപ്പ് കാര്യങ്ങളൊക്കെ വെച്ചതിന് ശേഷം മുന്നോട്ടേക്ക് റിലേഷൻഷിപ്പിനെ കൊണ്ടുപോവുക. അപ്പൊ നമ്മൾ ഓൾറെഡി ഇവിടെ പറഞ്ഞായിരുന്നു നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളത്. ഇവിടെയാണെന്നുണ്ടെങ്കിൽ വളരെ സ്ട്രോങ് ആയിട്ട് നമുക്ക് തന്നെ മാനിഫെസ്റ്റേഷൻ എനർജിയാണ് കിട്ടിയിരിക്കുന്നത്. അവർ നിങ്ങളുടെ എനർജിയെ അവരിലേക്ക് അട്രാക്ട് ചെയ്യാണ്. നിങ്ങൾ ഈ ഒരു സമയത്ത് ഇവിടെ അങ്ങനെ തന്നെ ആയിരിക്കാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അത് അവർ അറിയുന്നില്ല. അവര് നിങ്ങളെ അട്രാക്ട് ചെയ്യുന്നത് ചിലപ്പോൾ നിങ്ങളുടെ റീഡിങ്ങിലൂടെ ആയിരിക്കും അറിയുന്നത്. അപ്പൊ നിങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപോലെ തന്നെ ചെയ്തു തുടങ്ങിയിരിക്കുന്ന ഒരു സമയമാണ്. അട്രാക്ട് ചെയ്യാണ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മാനിഫെസ്റ്റ് ചെയ്യാണ്. അപ്പൊ രണ്ടുപേരും ഒരുപോലെ തന്നെ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും യൂണിവേഴ്സൽ മദറിന്റെ ബ്ലെസ്സിങ് നിങ്ങളുടെ ബന്ധത്തിൽ ഉണ്ടാവുക തന്നെ ചെയ്യും. ഒരാൾ മാത്രം എഫേർട്ട് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ മറ്റേയാൾ താല്പര്യമില്ലാതിരിക്കുന്ന സാഹചര്യത്തിലാണ് റിലേഷൻഷിപ്പിലെ പ്രശ്നങ്ങൾ നീണ്ടു പോകുന്നത്. അല്ലെങ്കിൽ ആ ഒരു റീകൺസിലേഷൻ നടക്കാനാണെന്നുണ്ടെങ്കിലും ടൈമിൽ വേരിയേഷൻസ് വരുന്നത്. പക്ഷെ ഇവിടുത്തെ ഈ ഒരു സ്പ്രെഡിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ രണ്ടുപേരും ആഗ്രഹിച്ചു തുടങ്ങിയിട്ടുണ്ട് ഒന്നിക്കണം എന്നുള്ളത്. നിങ്ങൾക്ക് ഓൾറെഡി ഉണ്ടായിരുന്നു ആഗ്രഹം. ഇപ്പോഴും നിങ്ങൾ ആഗ്രഹത്തിന്റെ പാതയിലൂടെയാണ്. നിങ്ങളുടെ പേഴ്സന്റെ ഒരു എനർജിയാണ് ഈ ഒരു സ്പ്രെഡിൽ വന്നിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ അവരും അതേ രീതിയിൽ നിങ്ങൾ ആഗ്രഹിച്ചു തുടങ്ങിയിരിക്കുകയാണ്. വീണ്ടും ഒരു സോൾ കണക്ഷൻ ബിൽഡ് ചെയ്യുക. അതുപോലെ നിങ്ങളോട് നീതിപൂർവ്വം പ്രവർത്തിച്ചിരുന്ന വ്യക്തി അല്ലായിരുന്നു എന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് ആ ഒരു നീതിപൂർവ്വം തന്നെ നിങ്ങളിലേക്ക് പ്രവർത്തിക്കുക. അപ്പൊ എന്താണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ പേഴ്സണിൽ പൂർണ്ണമായിട്ടൊരു മാറ്റങ്ങൾ, പോസിറ്റീവ് ആയിട്ടുള്ള ഒരുപാട് ചേഞ്ചസ് കാര്യങ്ങൾ എല്ലാം ഇവിടെ നടക്കുന്നുണ്ട്. കുറ്റബോധം ഭയങ്കര സ്ട്രോങ് ആയിട്ട് തോന്നുന്നുണ്ട്. അത് നിങ്ങളുടെ മനസ്സിനൊരു തണുപ്പ് തന്നെയായിരിക്കാം. അതുപോലെ നിങ്ങളോട് മറച്ചു വെച്ചിരിക്കുന്ന കാര്യങ്ങളൊക്കെ തുറന്നിപ്പോൾ പറയാം എന്നുള്ള രീതിക്ക് ഒരു ധൈര്യമൊക്കെ അവരിൽ വന്നിട്ടുണ്ട്. അപ്പൊ ചിലപ്പോൾ അവർ ആ ഒരു സമയത്ത് മറച്ചു വെച്ചിരുന്നത് അവർക്ക് ചിലപ്പോൾ പല സാഹചര്യങ്ങളും ഉണ്ടായിരിക്കാം. ഓൾറെഡി നിങ്ങൾ ചിലപ്പോൾ ചീറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കാം. പക്ഷെ ആ ഒരു സമയത്ത് അതൊക്കെ അവർ തുറന്നു പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എങ്ങനെ അത് പെരുമാറും, അല്ലെങ്കിൽ അവരുടെ സ്വാർത്ഥമായ താല്പര്യങ്ങൾക്കൊക്കെ ആയിരിക്കും അവർ ചെയ്തിരിക്കുന്നതെന്നുണ്ടെങ്കിൽ ഇപ്പൊ അവരൊരു ധൈര്യം സംഭരിച്ചിട്ട് എന്ത് വന്നാലും കുഴപ്പമില്ല എന്നുള്ള രീതിക്ക് തന്നെ ഒരു റിസ്ക് എടുക്കുകയാണ്. ഒരു ക്ലാരിറ്റി കൊണ്ടുവരികയാണ്. കാരണം ഇനിയും ഈ ഒരു റിലേഷൻഷിപ്പിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങളാണെന്നുണ്ടെങ്കിലും വേദനിച്ചു, ഇവരാണെന്നുണ്ടെങ്കിലും വേദനിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ്. അപ്പൊ ഇനിയും ആ ഒരു പെയിൻ മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ വയ്യ. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് വളരെയധികം പ്രതീക്ഷയോടുകൂടി അതിനേക്കാൾ കൂടുതൽ ഭയങ്കരമായ ഒരു ക്യൂരിയോസിറ്റി കാര്യങ്ങളൊക്കെ ഈ ഒരു പേഴ്സണിൽ ഇപ്പൊ കാണുന്നുണ്ട്. വീണ്ടും നിങ്ങളെ കണക്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിലേക്ക് വരുമ്പോൾ എങ്ങനെയായിരിക്കും എന്നുള്ളൊരു ചിന്തകളൊക്കെ ഇവരുടെ ഉള്ളിലുണ്ട്. അപ്പൊ ആ ഒരു കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് ഒരു മെസ്സേജ് ആയിട്ടായിരിക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളെ ഒരു കോണ്ടാക്ട്, ഒരു കോൾ ചെയ്തിട്ടായിരിക്കാം. എന്തായാലും ബ്ലോക്ക് ഒക്കെ ചെയ്ത് വെച്ചിരിക്കുന്ന വ്യക്തികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ കമ്മ്യൂണിക്കേഷൻ കാർഡ് തന്നെ വന്നിരിക്കുന്നതുകൊണ്ട് അതൊക്കെ മാറ്റാനുള്ള ഒരു സാഹചര്യം ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങളാണെന്നുണ്ടെങ്കിലും ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അറിയാൻ സാധിക്കില്ല. ബ്ലോക്ക് ചെയ്യാത്തവരുടെ കാര്യത്തിലാണല്ലോ അറിയാൻ പറ്റുള്ളൂ. അപ്പൊ എന്തായാലും ആ ഒരു കമ്മ്യൂണിക്കേഷൻ എനർജി ഇവിടെ കിട്ടുന്നുണ്ട് എന്താണെങ്കിലും. കാരണം അവർക്ക് കുറ്റബോധം ആണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ ഈ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിലേക്ക് ഒരു സത്യസന്ധമായ രീതിയിലേക്ക് ചില കാര്യങ്ങൾ നിങ്ങളോട് തുറന്നു പറയണം എന്നുള്ള ഒരു ആഗ്രഹം വന്നിരിക്കുകയാണ്. അപ്പൊ ആ ഒരു സാഹചര്യം അവരിൽ വന്നിരിക്കുന്നത് കൊണ്ടും അതുപോലെ തന്നെ ഇപ്പൊ ഈ ഒരു സമയത്ത് അവർ ഒരുപാട് സ്പിരിച്വൽ കണക്ഷനിലേക്കൊക്കെ മാറിയിരിക്കുകയാണ്. മാനിഫെസ്റ്റേഷൻ എന്നൊക്കെ പറയുമ്പോൾ തന്നെ അവർ ഒരുപാട് ട്രസ്റ്റ് വന്നിട്ടുണ്ട് അവർക്ക്. അല്ലെങ്കിൽ ആ ഒരു ട്രസ്റ്റിലേക്ക് അവർ അടുത്തുകൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പൊ അങ്ങനെയൊക്കെ ഒരു ചിന്തകൾ വന്നിരിക്കുന്നതുകൊണ്ട് വീണ്ടും റിലേഷൻഷിപ്പിൽ ഒരു സെലിബ്രേഷൻ കൊണ്ടുവരിക.
ഒരു സന്തോഷം കൊണ്ടുവരിക, ഒരു സമാധാനം, അതിനേക്കാൾ കൂടുതൽ ഒരു സമാധാനപരമായ അന്തരീക്ഷത്തിലേക്ക് നിങ്ങളുടെ ബന്ധത്തെ മാറ്റുക. ഇനിയും ഈ ഒരു വഴക്ക്, പ്രശ്നങ്ങൾ, അകൽച്ച, കാര്യങ്ങൾ, വേദന ഇതൊന്നും മുന്നോട്ടേക്ക് കൊണ്ടുപോകാനായിട്ട് ഇവർക്ക് താല്പര്യമില്ല എന്നൊരു മെന്റാലിറ്റി ഇവിടെ കാണാം. കാരണം ഓൾറെഡി നിങ്ങൾക്കിടയിൽ പ്രശ്നങ്ങൾ സംഭവിച്ചു. അതിന്റെ ഭാഗമായിട്ട് ഇപ്പോൾ കുറച്ച് നാളുകളായിട്ട് ചിലപ്പോൾ നിങ്ങൾക്കിടയിൽ മനസ്സുകൊണ്ട് വേദനിക്കുന്ന ഒരു സ്റ്റേജ് ആണ്. അപ്പൊ ഇനിയും അതിന് താല്പര്യമില്ല. വീണ്ടും ഒരു സ്ട്രോങ് ആയിട്ടുള്ള കമ്മിറ്റ്മെന്റ് റിലേഷൻഷിപ്പിൽ കൊണ്ടുവരാനും ആ ഒരു കമ്മിറ്റ്മെന്റിലൂടെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ആ ഒരു ഹാപ്പിനെസ് നിലനിർത്തുക, അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോയ ആ ഒരു ഹാപ്പിനെസ്സിനെ എല്ലാം വീണ്ടെടുക്കുക. അപ്പൊ ഇത്രയും സ്ട്രഗിൾ ചെയ്ത റിലേഷൻഷിപ്പ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സന്റെ എനർജി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അവരുടെ ഒരു ചിന്തകൾ എന്നൊക്കെ പറയുന്നത് ഈ ഒരു രീതിയിലേക്ക് ഇപ്പൊ മാറിയിരിക്കുന്ന സാഹചര്യമാണ്. അപ്പൊ വളരെയധികം ഒരു പോസിറ്റീവ് ആയിട്ടുള്ള രീതിയിലൊക്കെയാണ് ഈ ഒരു പേഴ്സന്റെ ഒരു കറന്റ് തോട്ട്സും ഫീലിങ്സും ഒക്കെ നമുക്കിവിടെ എടുക്കുമ്പോൾ വരുന്നത്. അപ്പൊ നിങ്ങളുടെ പേഴ്സന്റെ ഒരു എനർജി ആയിട്ട് നിങ്ങൾ ഈ ഒരു റീഡിംഗ് ഒന്ന് കണക്ട് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു എനർജി നിങ്ങളുടെ ലൈഫിലേക്ക് അട്രാക്ട് ചെയ്ത് ക്ലെയിം ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ആ ഒരു സ്ട്രോങ് ബോണ്ടിങ്ങിനായിട്ട് നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാവുന്നതാണ്. പ്രത്യേകിച്ച് നിങ്ങൾ മാനിഫെസ്റ്റേഷൻ ഒക്കെ ചെയ്ത് പോസിറ്റീവായിട്ട് തന്നെ ഈ ഒരു റിലേഷൻഷിപ്പിൽ റിയൂണിയൻ വേണമെന്ന ആഗ്രഹത്തോടു കൂടി മുന്നോട്ടേക്ക് പോകുന്നവരാണ് എന്നുണ്ടെങ്കിൽ പകുതി വെച്ച് നിങ്ങളുടെ മനസ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഡൗട്ടിലേക്കോ കാര്യങ്ങളിലേക്കോ പോവാതെ പോസിറ്റീവായിട്ട് തന്നെ നിങ്ങൾ മുന്നോട്ടേക്ക് പോവുക. അതേ എനർജിയിലൂടെ നിങ്ങൾ മുന്നോട്ടേക്ക് പോവുക. കാരണം ഈ ഒരു സ്പ്രെഡ് എന്ന് പറയുന്നത് വളരെ പോസിറ്റീവായിട്ട് നിങ്ങളുടെ വ്യക്തി നിങ്ങളിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സമയമായിട്ട് തന്നെയാണ് കാണിക്കുന്നത്. അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒരു റീഡിംഗ് ആയിട്ട് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് റീഡിംഗുമായിട്ട് കണക്ട് ചെയ്യുന്ന കുറച്ച് ക്ലൂസ് കൂടെ ഈ ഒരു സമയത്ത് നോക്കാം. നിങ്ങളുടെ റിലേഷൻഷിപ്പ് ആയിട്ടും നിങ്ങളുടെ പേഴ്സൺ ആയിട്ടും ഒക്കെ ക്ലൂസ് കൂടെ എത്രത്തോളം കണക്റ്റഡ് ആണ് എന്നുള്ളതൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. മലപ്പുറം, മാർച്ച് 42, ഉത്രം എന്നൊരു സ്റ്റാർ വന്നിട്ടുണ്ട്, ടി എന്നൊരു ലെറ്റർ വന്നിട്ടുണ്ട്, ആയില്യം, ഡിസംബർ മന്ത്, പി എന്നൊരു ലെറ്റർ, വിശാഖം, ലിബ്ര, 7 എന്നൊരു നമ്പർ വന്നിട്ടുണ്ട്, വി എന്നൊരു ലെറ്റർ, അനിഴം, എം എന്നൊരു ലെറ്റർ, കാപ്രിക്കോൺ, ഒ എന്നൊരു ലെറ്റർ, 3 എന്നൊരു നമ്പർ വന്നിട്ടുണ്ട്, 35, പൈസസ്, മൂലം എന്നൊരു സ്റ്റാർ വന്നിട്ടുണ്ട്, ബി എന്നൊരു ലെറ്റർ, അശ്വതി, യു എ വന്നിട്ടുണ്ട്, ഉത്രം, അതർ കൺട്രീസ് വന്നിട്ടുണ്ട്. നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ എബ്രോഡ് ആവാനുള്ള സാധ്യതകളുണ്ട്. എബ്രോഡ് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ലോങ് ഡിസ്റ്റൻസ് ആയിരിക്കാം. പൂരം എന്നൊരു സ്റ്റാർ, സെപ്റ്റംബർ എന്നൊരു മന്ത് ആണ് ലാസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ ഒരു ക്ലൂസ് ആയിട്ട് കിട്ടിയിരിക്കുന്നത്. ക്ലൂസ് മാത്രമല്ല, ഇതിൽ വന്നിരിക്കുന്ന എനർജീസ്, സിറ്റുവേഷൻസ് എല്ലാം നിങ്ങൾ കണക്ട് ചെയ്ത് നോക്കണം. അങ്ങനെ കണക്ട് ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് നിങ്ങൾക്ക് ആ ഒരു എനർജിയെ അട്രാക്ട് ചെയ്ത് പോസിറ്റീവായിട്ട് തന്നെ ക്ലെയിം ചെയ്യാം. അപ്പൊ വീണ്ടും നമുക്ക് നാളെ നല്ലൊരു റീഡിംഗുമായിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ഒരുപാട് നന്ദി.